Guys, this is Gopika signing in. Welcome back to my channel and go and watch my small video. ഹായ് ഗൈസ്, അങ്ങനെ എന്നത്തെയും പോലെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. കറക്റ്റ് 9:15 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ നടന്നു. വീഡിയോ ഒക്കെ സെറ്റായിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞതേയില്ല. അങ്ങനെ എങ്ങനെയോ ഓടിപ്പിടിച്ച് ഞാൻ ഇവിടെത്തി. എൻ്റെ പൊന്നെ, ഞാൻ കുഴഞ്ഞു ഗൈസ്, നല്ല രീതിക്ക് കുഴഞ്ഞു. അങ്ങനെ എങ്ങനെയൊക്കെയോ നടന്ന് ഞാൻ ഇവിടെ എത്തി. ഇതാണ് ഗൈസ് ചങ്ങമ്പുഴം പാർക്കല്ല മെട്രോ സ്റ്റേഷൻ. അങ്ങനെ അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ 1 മണിക്കൂറെടുത്ത് എങ്ങനെയോ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നപ്പോൾ ദേണ്ടടാ ബസ് വരുന്നു. എന്നാൽ പിന്നെ ബസ്സിൽ പോയാലോ എന്ന് ആലോചിച്ചപ്പോൾ നല്ല കാറ്റും കൊണ്ട് എന്ത് രസമായിരുന്നു. ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കാറ്റൂടെ കൊണ്ടപ്പോൾ നല്ല ആശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളിവിടെ എത്തി ഗൈസ്. ഈ കേക്ക് കാണുന്നതാണ് എൻ്റെ ഓഫീസ്. ഇന്ന് കുറച്ച് നേരത്തെ കിട്ടി, ആരും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഗൈസ് ചെക്ക് ഇൻ ചെയ്യാം നമുക്ക്. അങ്ങനെ പഞ്ച് ചെയ്തു, അകത്തോട്ട് കയറുക കേട്ടോ. ഇത് ഓഫീസ് ടൈമാണ്. ആരെങ്കിലും ഫോൺ കാണുന്നുണ്ടോ, ആരെങ്കിലും ഫോൺ യൂസ് ചെയ്യുന്ന കാണുന്നുണ്ടോ എന്ന് പേടിച്ച് ഇച്ചിരി ഷോട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ. എൻ്റെ പൊന്നെ, ഹെയർ കണ്ടിട്ട് നോക്കുന്ന മൊത്തം ഞാൻ പേടിച്ചിരുന്ന് ചെയ്യുന്ന. അങ്ങനെ നമ്മുടെ ടൈമിങ് കഴിഞ്ഞു, ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം. എന്ത് സന്തോഷം. ഹായ് ഗായ്സ്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓഫീസ് ടൈം നേരത്തെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് 1:30 വരെ ഉള്ളൂ ഞങ്ങളുടെ വർക്ക്. അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. അങ്ങനെ നടന്ന് ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി. ഇനി ചെന്നിട്ട് വേണം എല്ലാം പാക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ഇറങ്ങാൻ. 4 മണിക്കാട്ടോ ട്രെയിന്. അങ്ങനെ നടന്ന് ഞാൻ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ എത്തി. എൻ്റെ പൊന്നെ, ചൂട് ഒട്ടും സഹിക്കാൻ മേലാട്ടോ. ഞാനങ്ങനെ നടന്ന് എങ്ങനെയൊക്കെയോ ഈ ചൂടത്ത് നടന്ന് വന്നു ഗൈസ്. എന്നിട്ട് നേരെ ഇനി ഹോസ്റ്റലിൽ പോയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഇനി പാക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി വരാം കേട്ടോ. ബൈ. ഹായ് ഗൈസ്, വീട്ടിലോട്ട് പോവാണേ. അതിൻ്റെ സന്തോഷമാട്ടോ മുഖത്ത്. എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. ഈ ചൂടത്ത് പോകുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്കാണെങ്കിൽ വല്ലാത്തൊരിതുപോലെ കുട എടുക്കണ്ടായിരുന്നോ എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കയ്യിലൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. ആ ക്യാപ്പ് എവിടെയാണാവോ, അത് വെച്ചുകൊണ്ടാണ് ഞാൻ പോവാറ്. പക്ഷെ അതൊന്നും ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ നടന്ന് ഓട്ടമായിരുന്നു ഗൈസ്. ഈ വെയിലത്ത് കുഴഞ്ഞു. പിന്നെ 2 ബാഗും തൂക്കിക്കൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി നല്ല കാഴ്ചകളൊക്കെ കണ്ട് എങ്ങോട്ടാന്നല്ലേ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോണേ. മഹാരാജാസിൻ്റെ അവിടെ ആടോ പുള്ളിക്കാരി സ്റ്റേ ചെയ്യുന്നത്. മഹാരാജാസിൻ്റെ അവിടെ ഇറങ്ങി. അപ്പോഴാണ് ഗൈസ് ഒരു അടിപൊളി റെഡ് ഗൗൺ ഡ്രസ്സ്. നല്ല റേറ്റാന്ന് തോന്നുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നടന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഈ പട്ടിക്കാട്ടിൽ കൂടെ കടന്നു പോകുന്നതെന്ന്. അവളുടെ ഹോസ്റ്റൽ ഇവിടെ ആയിട്ടാണ് ഗൈസ്. ഇതാ ആ കാണുന്ന ഹോസ്റ്റലാണ്. അങ്ങനെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. ചിരി കണ്ടില്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട്. അങ്ങനെ ഞങ്ങൾ 4 മണിക്കുള്ള ട്രെയിന് 3:30 ആയപ്പോൾ ഇറങ്ങി. അവളെൻ്റെ ഒക്കെ പറഞ്ഞു കറക്റ്റ് സമയത്താണ് നിൻ്റെ വീഡിയോ എടുപ്പെന്ന് പറഞ്ഞ് ആട്ടി വിട്ടതേ ഉള്ളൂ. നല്ല രസമായിട്ട് തമാശകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരുടെ നടന്ന് പോയി. നടന്നൊരു സമയമെത്തി. എൻ്റെ പൊന്നെ, ഓടി എങ്ങനെയൊക്കെയോ ട്രെയിൻ പിടിച്ചു ഗൈസ്. അങ്ങനെ ട്രെയിൻ കയറിയുള്ള യാത്രയാണ് ഗൈസ്. ട്രെയിൻ ഇല്ലാണ്ട പരിപാടിയാണ്. ആൾക്കറിയില്ലല്ലോ ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതെന്ന് പൊട്ടത്തി വിശ്വസിച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴൊരു കൊച്ചു കുറുമ്പീനെ കണ്ടത്. എൻ്റെ പൊന്നെ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എക്സ്പ്രഷനോ കണ്ടില്ലേ, രൂക്ഷമായിട്ട് നോക്കുക. എന്നിട്ട് പൊടിയെന്ന് പറഞ്ഞിട്ട് ഒറ്റത്. നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ മാമനാണ് വണ്ടി ഓടിക്കുന്നത്. മാമനുമായിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാരാന്നറിയോ, എൻ്റെ കുറുമ്പി പെണ്ണാണ്. മാമൻ്റെ മോളാട്ടോ. ഭയങ്കര കുറുമ്പെന്ന് വെച്ചാൽ ഭയങ്കര കുറുമ്പ. അവൾ എന്നെ കണ്ട് ഭയങ്കര ഇത്. അങ്ങനെ നമുക്കൊരു ചായ കുടിച്ചാലോ. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയുടെ അവിടെ നിർത്തി. എന്ത് തിരക്കല്ലേ, അടുത്ത് ബജ്ജിയൊക്കെ നല്ല ടേസ്റ്റാണ്. അവൾക്കൊരു ചായ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. കുറുമ്പിയുടെ സംസാരം കേട്ടോണേ. ചായ വേണോ? അങ്ങനെ ഒരു ചായ ഒരു പഴംപൊരിയും കഴിച്ചു. പെണ്ണാണെങ്കിൽ മൊത്തം ചായയും കുടിച്ച് തീർത്തിട്ട് പഴംപൊരി കഴിക്കുക. ആർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വ്ളോഗ് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.